ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡെയിലി ബൂസ്റ്ററിൻ്റെ 64ാമത്തെ ദിവസമാണെന്ന് 47/2023 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇത് ഡിഗ്രി ലെവലിൻ്റെ 2023 പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പ്രിലിമിനറി എക്സാമിൻ്റേതായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഡ് അറിയാലോ, 47/2023 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മാത്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6.3 ഇൻറ്റു 6.3 പ്ലസ് 2 ഇൻറ്റു 6.3 ഇൻറ്റു 3.7 പ്ലസ് 3.7 ഇൻറ്റു 3.7. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളിവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ നിൽക്കരുത്. നമുക്കറിയാൻ പറ്റണം ഇതെന്താണ്. 6.3 സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ഇതെന്താണ് തന്നിരിക്കുന്നത്, 2 ഇൻറ്റു 6 അല്ലേ. ഇവിടെ നമുക്കിത് 3.7 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എന്താണ്, 2 ഇൻറ്റു 6.3 ഇൻറ്റു 3.7 എന്ന ഫോർമാറ്റിലാണ്. അതായത് ഇതെന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ജനറൽ ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ നമുക്കതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും, എ പ്ലസ് ബി എന്ന് പറയുന്നത് എയുടെ പ്ലേസിൽ നമുക്ക് 6.3 ആണ്, ബിയുടെ പ്ലേസിൽ നമുക്ക് വന്നിരിക്കുന്നത് 3.7 ആണ്, ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ആൻസർ എങ്ങനെ വരും, 6.3 3.7 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 10 കിട്ടും. ഓക്കെ, 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 ആൻസർ. ഉണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. നിങ്ങൾ ഇവിടെ ഓരോന്നും 6.3 ഇൻറ്റു 6.3 ചെയ്ത് അവസാനം ഇത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഏറ്റവും ബേസിക് ആയ ഐഡന്റിറ്റിയാണത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 തുല്യമായ ദശാംശ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഈസിലി നമുക്കിത് ചെയ്യാം. 1/5 എന്ന് പറയുന്നതിന് ഒന്നുകിൽ ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക, ഇതിനെ എന്ത് ചെയ്യണം, എല്ലാത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്, അല്ലേ. നമുക്ക് ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ എങ്ങനെ വരും, 4 പ്ലസ് 5 പ്ലസ് 6 ഡിവൈഡ് ബൈ 20 എന്ന് വരും. 5 4 9 9ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ 15/20 എന്ന് വരും. ഓക്കെ, 15/20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 15/2 എന്ന് പറയുന്നത് 7.5 ആണല്ലോ. അതിന് ഒരു ഡിജിറ്റും കൂടി മാറ്റി ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ എത്ര വരും, 0.75 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം, ഇവിടെ ഉണ്ടോ, ഇവിടെ 1/5 എന്ന് പറയുന്നത് 0.2 ആണ്. അതേപോലെ 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. അതേപോലെ 3/10 എന്ന് പറയുന്നത് 0.3 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താലും മതി. ഇവിടെ എങ്ങനെ വരും, 0.3 0.25 0.2 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 2 2 4 4 3 7 കണ്ടോ, 0.75. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ വേണം നമ്മളിത് അറ്റൻഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നോക്കാം. 400ന്റെ 22.1/2% ഡാഷ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന 22.1/2 എന്ന് പറയുന്നത് മിശ്ര ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത്, അഥവാ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. നമ്മളതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റുമ്പോൾ എന്ത് വരും, 22 × 2 എന്ന് പറയുന്നത് 44 ആണ്. 22 × 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് കൂട്ടുക. സോ ഇവിടെ എത്ര വരും, 44ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ 45/2 എന്നായിട്ട് മാറി. ഇതാണ് 45/2 ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇനി ഇതിനെ ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എന്താണ്, 400ന്റെ 22% എന്ന് പറയുന്നത് 400ന്റെ നമ്മളിപ്പോൾ 10% എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 10/100 ചെയ്യും. സോ ഇവിടെ എന്ത് വരും, 45/2 ഇൻറ്റു 100 എന്ന് വരും. 0 0 കട്ടായി പോകും. ഇവിടെ ഇതും കൂടി കട്ടായി പോകുമ്പോൾ ഇവിടെ ആൻസർ എത്ര വരും, 2 വരും. 45 × 2 എന്ന് പറയുന്നത് 90 ആണ്. സോ ഇവിടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാം, 22.5 എന്ന് പറയുന്നതിനെ 22.5 എന്നിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, 400 × 22.5 ഡിവൈഡ് ബൈ 100 എന്ന് വരും. 0 കട്ടായി പോകും. 22.5 × 4 ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന 90 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6 square into 10⁴ into 15 cube divided by 2�6× 3⁵ into 5⁶ ലഘൂകരിക്കുക. ഇവിടെയും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിക്കേ, ലോ ഓഫ് എക്സ്പോണൻസ് ആണ്. നമുക്ക് ഈ പറയുന്ന താഴെ 2ഉം 3ഉം 5ഉം ഒക്കെയാണ്, മേളിൽ തന്നിരിക്കുന്ന 6ഉം 10ഉം 15ഉം ആണ്. നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ പറയുന്ന മുകളിൽ തന്നിരിക്കുന്ന വലിയ ക്വാണ്ടിറ്റീസിനെ താഴെ തന്നിരിക്കുന്ന ചെറിയ ക്വാണ്ടിറ്റീസിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്ക് ഈ പറയുന്ന 6നെ നമുക്ക് എന്ത് എഴുതാം, 2 × 3 ആണ് 6. പിന്നെ അവിടെ എന്തുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ.
ഇൻറ്റു 10 നമുക്ക് 2 ഇൻറ്റു 5 എന്ന് എഴുതാം, റേസ് ടു 4 ഉണ്ട്, ഇൻറ്റു 15 നമുക്ക് 5 ഇൻറ്റു 3 എന്ന് എഴുതാം, പവറിൽ 3 ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 ഇൻറ്റു 3 റേസ് ടു 5 ഇൻറ്റു 5 സ്ക്വയർ 5 റേസ് ടു 6 എന്ന് വരും. ഇവിടെ നമുക്കറിയാവുന്നത് എ ബി ദി ഹോൾ റേസ് ടു എം എന്ന് പറയുന്നത് എ പവർ എം ഇൻറ്റു ബി പവർ എം ആണ് ഉണ്ടോ, സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ ഇവിടെ നമുക്ക് എന്തെഴുതാം, ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 2 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 4 ഇൻറ്റു 5 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്ന് വരും. എല്ലാത്തിനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു, ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 ഇൻറ്റു 3 റേസ് ടു 5 ഇൻറ്റു 5 റേസ് ടു 6 ആയി. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 6 എണ്ണം ഉണ്ട്, നമുക്ക് ഇത് കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം അല്ലേ, 4 2 6 ഇതും കൂടി ഇതുമായിട്ട് കട്ടായി പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എ പവർ എം ഇൻറ്റു എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം പ്ലസ് എൻ ആണ്. അതായത് 2 സ്ക്വയർ ഇൻറ്റു 2 പവർ 4 എന്ന് പറയുന്നത് 2 പവർ 2 പ്ലസ് 4 ആണ്, 2 പവർ 6 ആണ്. അപ്പം മുകളിലത്തെ ഇതും താഴത്തെ ഇതും കൂടി കട്ടായി പോകും. ഇവിടെ നോക്കിക്കേ, 3ൻ്റെ നോക്കിക്കേ, ഇവിടെ എത്രയുണ്ട്, 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ 3 ക്യൂബ് ഉണ്ട്, 3 2 5 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് കളയാം, ഇവിടത്തെ ഇതുമായിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി എന്താണ് ഇവിടെ ഉള്ളത്, ഇവിടെ മുകളിൽ 7 എണ്ണമുണ്ട്, താഴെ 6 എണ്ണമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇതെന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇത്രയും കട്ടായി പോകും, ബാക്കി വരുന്ന ഒരു 5 മാത്രമാണ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി 5 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5:7 ഈക്വൽ ടു x 3:5 35 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ മെത്തേഡാണ്. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കറിയാം a:b എന്ന് പറയുന്നതും a:b ഈക്വൽ ടു c:d ആണ് എങ്കിൽ നമുക്കതിനെ എങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഈ പറയുന്ന സെയിം മെത്തേഡിൽ. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ എഴുതാം, a:b ഈക്വൽ ടു c:d ആണെങ്കിൽ നമുക്കിതിന് കുറേ റൂൾ നമ്മൾ പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എന്താണ്, ഇത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ചെയ്യാം. അതായത് AD ഈക്വൽ ടു നമുക്ക് BC എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു ഫോർമാറ്റിലാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ 5:7 ഉണ്ട്, ഇവിടെ x:35 ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 5 ഇൻറ്റു 35 എന്ന് പറയുന്നത് 7 ഇൻറ്റു x ആണെന്നറിയാം അല്ലേ, 7x ആണെന്നറിയാം. സോ 5 ഇൻറ്റു 35 ഡിവൈഡ് ബൈ 7 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു x. 35ഉം 7ഉം കൂടി കട്ടായി പോകും, 5 തവണ 5 ഇൻറ്റു 5 25 ആണ് നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരേണ്ടത്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇത് 2023 ഞാൻ പറഞ്ഞു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന പ്രിലിംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ നിങ്ങൾ സേഫ് ആയിട്ടുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വേഗം അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള GK കൂടി ആയിക്കഴിഞ്ഞാൽ ഓക്കെ ആകും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 വർഷത്തേക്ക് 10,000 രൂപയ്ക്കുള്ള ലളിതമായ പലിശ 2,400 ആണെങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2,400 രൂപയാണ് പലിശ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണ്, I ഈക്വൽ ടു PNR ഡിവൈഡ് ബൈ 100. അപ്പം I എന്ന് പറയുന്നത് 2,400 ആണ്. എത്രയാണ് എമൗണ്ട്, 10,000 രൂപയ്ക്കാണ് അല്ലേ. ഇനി എന്താണ്, എത്ര വർഷത്തേക്കാണ്, 2 വർഷത്തേക്കാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയില്ല, അതാണ് നമുക്ക് അപ്പോൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. അതേ മൂലധനത്തിന് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ 0 ഒക്കെ കട്ടായി പോകും. ഇവിടെ എന്ത് വരും, 2,400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 എന്ന് വരും. 0 കട്ടാകും, 24ഉം 2ഉം കൂടി കട്ടാകും, എത്ര തവണ, 12 തവണ. സോ 12. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% നമ്മുടെ പലിശ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ അതിനി വിട്ടേക്ക്, നമുക്ക് 12% കിട്ടിയാൽ മതി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതേ തുകയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന പാസ്കൽസ് ട്രയാങ്കിൾ ആണ് അല്ലേ. 1 to 1 എഴുതുക, 2 വർഷമായതുകൊണ്ട് 1 to 1 എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ, 1 3 3 1 ഇത് വെച്ചാൽ ചെയ്യേണ്ടത്. അപ്പോൾ 2 വർഷമായതുകൊണ്ട് 1 to 1 എടുക്കുക. ഇവിടെ എത്രയാണോ നമ്മുടെ എമൗണ്ട് അതെടുത്തെഴുതുക. ഇനി എത്ര ശതമാനമാണ് പലിശ, 12%. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 10,000ന്റെ 12% നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. 10,000ന്റെ 12% എന്ന് പറയുമ്പോൾ എത്ര വരും, 1,200 വരും.
ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ 12% ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണിത്? 1200 ഇൻറ്റു 12/100, അപ്പം 144 വരും ശതമാനം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക? ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഇൻറ്റു ഇതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 10,000. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര വരും? 2400. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര വരും? 144. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണം തമ്മിൽ കൂട്ടണം. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഈ ലാസ്റ്റത്തെ മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? 2400ഉം 144ഉം കൂടി കൂട്ടുമ്പോൾ 2544 നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി 2 വർഷം കഴിയുമ്പോൾ ആകെ എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിയാണ് വെക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 36 പൈ സെന്റിമീറ്റർ ക്യൂബ് വോള്യമുള്ള ഒരു ഗോളത്തിന്റെ ആരം സെന്റിമീറ്ററിൽ കണ്ടെത്താൻ. ഓക്കെ, ഇപ്പൊ 36 പൈ എന്ന് പറയുന്നത് അവിടെ തന്നിരിക്കുന്ന എന്താണ്? അതിന്റെ വോളിയമാണ്, വ്യാപ്തമാണ്. വോളിയം കണ്ടുപിടിക്കാനാണ്. ഗോളത്തിന്റെ വോളിയം, സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? 4/3 പൈ ആർ ക്യൂബ് ആണ് വോളിയം എന്ന് പറയുന്നത്. ഇവിടെ വോളിയം തന്നിട്ടുണ്ട് 36 പൈ ആണെന്നുള്ളത്. ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പയ്യും തമ്മിൽ കട്ടായി പോകും അല്ലേ? ബാക്കി ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 36 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ആർ ക്യൂബ് ആണ്. ഇവിടെ നമുക്ക് ഇവിടെ തമ്മിൽ കട്ടായി പോകും. 9 അല്ലേ? 9 4 36. 9 ഇൻറ്റു 3 27 ആണ്. 27 ആണ് ആർ ക്യൂബ് എന്ന് പറയുന്നത്. സോ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് 27 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3ന്റെ ക്യൂബാണ് 27 എന്ന് പറയുന്നത്. സോ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 3 ആണ്. നെക്സ്റ്റ് നോക്കാം. സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും യഥാക്രമം 144ഉം 300ഉമാണ്. പൊതുവായ അനുപാതം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഇവിടെ നമുക്ക് ഇത് ശരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഇവിടെ അനുപാതം എന്ന് പറയുന്നതുകൊണ്ടാണ്. ശരിക്കും പൊതുവായ വ്യത്യാസമായിരുന്നു എന്ത്? 130 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എന്തായാലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യ പദം നമുക്കറിയാം എ എന്ന് പറയുന്നത് 144 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാന പദം എ എൻ എന്ന് പറയുന്നത് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്ര? എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അതായത് ഈ ഇക്വേഷനാണ് കിട്ടുന്നത്. എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ജനറൽ ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. കണ്ടോ? എ എൻ മൈനസ് എ. ഇനി ഇവിടെ ഇൻറ്റു ആയത് ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആകും ഡി. പിന്നെ -1 എന്നുള്ളത് ഇപ്പുറം വരുമ്പോൾ +1 ആകും. ഇതാണ് എന്നിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 300 മൈനസ് 144 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 എന്ന് വരും. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 52 + 1 53 എന്ന് വരും കേട്ടോ ആൻസർ. അത് 53 ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പൊതുവായ വ്യത്യാസം എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിലാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? തെറ്റിയിരിക്കുന്നത്. നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ, നമ്മൾ എന്താണ് സമഗുണിത ശ്രേണി പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു രീതിയിൽ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ഒരു ഗ്രൂപ്പിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് 25 ആണ്. എളുപ്പമാണ് അല്ലേ? ആകെ ആദ്യം എഴുതി വെക്കുക. ആകെ എന്ന് പറയുന്നത് എന്താണ്? ശരാശരിയെ എന്തുകൊണ്ട് ഗുണിക്കണം? എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ആകെ ആദ്യം കണ്ടുപിടിക്കാം. 10 വിദ്യാർത്ഥികളുടെ ശരാശരി 25 ആണ്. 10 വിദ്യാർത്ഥികളുടെ. സോ ടോട്ടൽ എന്ന് പറയുന്നത് 250 ആണ്. ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നു. അപ്പൊ രണ്ടാമത്തെ തുക ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നു അല്ലേ? അപ്പൊ അതിന്റെ ശരാശരി 24 ആയി. ഒരു വിദ്യാർത്ഥി കൂടി വന്നു. അപ്പൊ അവിടെ 11 ആയിട്ട് മാറിയത് അല്ലെ? എണ്ണം കൂടിയില്ലേ? അപ്പൊ 24 × 11 എന്ന് പറയുന്നത് 264 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുതിയ വിദ്യാർത്ഥിയുടെ മാർക്കാണ്. 10 പേരുടെ മാർക്ക് ഇതാണ്. 11ാമത്തെ ആളിന് കൂടി ചേർന്നിട്ട് 264 ആയി. സോ പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര വരും? 264-ൽ നിന്ന് 250 കുറക്കുമ്പോൾ 14 കിട്ടും. നമുക്ക് പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു മനുഷ്യൻ 600 മീറ്റർ ദൂരം തെരുവിലൂടെ 5 മിനിറ്റിനുള്ളിൽ നടക്കുന്നു. km/മണിക്കൂറിൽ അവന്റെ വേഗത കണ്ടെത്തുക. അതായത്
ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. 5 മിനിറ്റിൽ അവൻ എന്ത് നടന്നു? 600 മീറ്റർ നടന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 600 ഇൻറ്റു 5 അല്ലേ, ഇതിൻ്റെ ക്രോസ് ചെയ്യുക. 600 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഇവിടെ കട്ടായി പോകും. ഇവിടെ ഒരു തവണ 120 മീറ്റർ ആണ് 1 മിനിറ്റിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വേഗത കിലോമീറ്ററിൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് 120 ഇൻറ്റു 60 ചെയ്താൽ മതി. 120 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ 7200 വരും. ഓക്കെ, 7200 മീറ്റർ ആണ്. നമുക്ക് എന്താണ് 7200 120? ഓക്കെ, 1 മിനിറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് മണിക്കൂറിലല്ലേ. ഓക്കെയാണ് 7200 മീറ്റർ. നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. സോ എന്ത് ചെയ്യുക? ഇതിനെ മീറ്ററിനെ ഇതിലേക്ക് മാറ്റാനായിട്ട് 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇപ്പം മീറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 7.2 മീറ്റർ ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? 1 മണിക്കൂറിൽ നടക്കുന്നത് 7.2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നോർമലി നമുക്ക് 5 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 5 ഡിവൈഡ് ബൈ 60 എന്ന് പറയുന്നത് 1/12 മണിക്കൂറാണെന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ മീറ്ററിനെയും നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്ററിലോട്ട് മാറ്റാനായിട്ട് 600 മീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? 0.6 കിലോമീറ്റർ എന്ന് എഴുതാനായിട്ട് പറ്റും. 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ടാൽ പോരെ. ഇനി എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവർ കണ്ടുപിടിക്കാനായിട്ട് 0.6 ഡിവൈഡ് ബൈ 1/12 എന്ന് വരും. അതായത് 6.6 ഇൻറ്റു 12 എന്ന് വരും. അതായത് 7.2 എന്ന് വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 3, 6, 11, 18, 27. നമുക്ക് നേരെ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിഫറൻസ് കണ്ടു നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് 3 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ എന്ത് വരും? 11, 6, 11 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 5 വരും. ഇവിടെ 7 വരും. അടുത്ത എത്രയാണ്? 18, 7 എന്ന് പറയുമ്പോൾ ഇവിടെ 9 വരും. 3, 5, 7, 9. ഇവിടെ എന്താണ്? 2 കൂട്ടിയാണ് പോയിരിക്കുന്നത്. സോ നെക്സ്റ്റ് എന്തായിരിക്കണം? ഇതിനോട് 11 കൂട്ടേണ്ടത്. 27ഉം 11ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 38 കിട്ടും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2 + 3 = 8, 4 + 5 = 24, 1 + 8 എന്ന് പറയുന്ന 9 ആണെങ്കിൽ 3 + 6 എത്ര? എന്തോ ഒരു ലോജിക്കലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പം 2 + 3 8 ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ നമുക്കിതിനെ 8ലേക്ക് എത്തിക്കാനായിട്ട് പറ്റും? 2 × 3 6 ആണ്. 6നോട് 2 കൂട്ടുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. 4 + 5 9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അല്ല, 4 + 5 9 അല്ല, 4 + 5 24. അപ്പം നമുക്ക് സെയിം റൂൾ നമുക്ക് നോക്കിയാലോ. 4 × 5 20 ആണ്. 20നോട് 4 കൂട്ടണം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 24 കിട്ടി. 1 + 8 എന്ന് പറയുന്ന 9 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 1 × 8 ചെയ്തു, അതിനോട് 1 കൂട്ടി അല്ലേ, 9 കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 + 6 എന്ന് പറയുന്നത് എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യണം? ആദ്യം തമ്മിൽ ഗുണിക്കുക, ആദ്യത്തെ പദം കൂട്ടുക. 6 3 18. 18നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 21 കിട്ടും. സോ ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. 13, 17, 23, 27. ഇവിടെ കാണുമ്പോഴേ നമുക്കറിയാം അത് 27 ആണ്. ഓപ്ഷൻ ഡി ആണ് കാര്യം. ഇവിടെ എന്താണ്? 13 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്, ഭാജ്യസംഖ്യയാണ്. 17 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. 23, 27 എന്ന് പറയുന്ന എന്താണ്? ഭാജ്യസംഖ്യയാണ് അല്ലെ, അഭാജ്യമല്ല, ഭാജ്യമാണ്. നെക്സ്റ്റ് നോക്കാം. എർത്ത് എന്നുള്ളതിനെ FB എർത്ത്, ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. EARTH. എർത്ത് എന്നുള്ളതിനെ എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യുന്നത്? FBSUI എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമുക്ക് നോക്കാം. എർത്ത് എന്ന് പറയുന്ന E കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ ആണ് അല്ലേ. എല്ലാം അങ്ങനെയാണ്. 6 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പറാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ F കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ G ആണ്. 6 കഴിഞ്ഞ് S ആണ്. സോ നമുക്ക് നേരെ ആദ്യം ഇത് വെട്ടിക്കളയുക. ഇനി എല്ലായിടത്തും V ഉണ്ട്. V വരെയും കോമൺ ആണ്. ഇനി അടുത്ത Jയും ഉണ്ട്. ലാസ്റ്റത്തത് J ആണോ U ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. U കഴിഞ്ഞിട്ട് എന്താണ്? V ആണ്. I കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്? HIJ. T കഴിഞ്ഞിട്ട് എന്ത് വരണം? U വരണം. GSVJU എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. എ ബിയുടെ സഹോദരിയാണ്. എയും ബിയും അപ്പോൾ എന്താണ്? സഹോദരന്മാരാണ്. ഓക്കെ, സഹോദരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ബിയുടെ സഹോദരിയാണ്.
ബിയുടെ പിതാവാണ് സി, ബിയുടെ അച്ഛനാണ് സി എന്ന് പറയുന്നത്. സ്റ്റാർ ഇട്ട് കൊടുക്കാം നമുക്ക് ആണുങ്ങൾക്ക്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, എ എന്ന് പറയുന്നത് ബി, അപ്പൊ എ എന്ന് പറയുന്നത് പെണ്ണാണ്, പെണ്ണിന് നമുക്ക് പ്ലസ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാവേ. ഇനി എന്താണ്, നമുക്കത് ഐഡിയ ഉണ്ടായാൽ മതി. സി എന്ന് ബിയുടെ പിതാവാണ് സി. ഇനി സിയുടെ അമ്മയാണ് ഡി, ഇവരുടെ അമ്മ എന്ന് പറയുന്നത് ഡി ആണ്, ഇതും പ്ലസ് ആണ്, അപ്പൊ ഇത് പെണ്ണാണ് അല്ലെ. ചോദിച്ചിരിക്കുന്നത് എ ഡിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്താണ് ഡിയുടെ ഡിയുടെ അല്ലെ മകളുടെ ആരായിട്ട് വരും, ബിയുടെ പിതാവാണ് സി. ഓക്കെ, അപ്പൊ ഡി, ഇത് ഡിയുടെ മകനാണിത്, ഇത് അവരുടെ 2 മക്കളല്ലേ, അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കൊച്ചുമകളായിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. അഖിൽ കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്നു. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കിഴക്കും പടിഞ്ഞാറൊക്കെ നമുക്ക് ആദ്യമേ വരച്ചു വെക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അഖില് ആദ്യം എന്ത് ചെയ്തു, കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്നു. ഓക്കെ, കുറച്ചധികം ദൂരം നടന്നിട്ടുണ്ട് അല്ലേ. ഇനി പറയുന്ന വലതുവശത്തേക്ക്, വലതെന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്ലോക്കിന്റെ സൂചി എങ്ങോട്ടാണോ നീങ്ങുന്നതെന്ന് ചിന്തിക്കുക. അപ്പൊ അതായിരിക്കും വലത്. വലതുവശത്തേക്ക് 8 കിലോമീറ്റർ നീങ്ങി. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, വലതുവശത്തേക്ക് തിരിഞ്ഞു, വീണ്ടും വലതുവശത്തേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ എന്താണ്, വീണ്ടും ഇടതോട്ട്, ഇങ്ങനെ ഇരിക്കുന്ന ക്ലോക്ക് വലതെന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ്, സോ ഇടതോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, 15 കിലോമീറ്റർ പോയി. എങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ്, ഇവിടെ ഓൾറെഡി 10 വന്നു, ഇനി 15, അതായത് ടോട്ടൽ 25 കിലോമീറ്റർ ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 6 ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അതിങ്ങനെ നോക്കിക്കേ, ഇവിടം വരെ 8 ആണെന്നറിയാം, ഇത് 6 ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്, 8ഉം 6ഉം 14 ആണ്. 14 എന്നുള്ളത് ഒറ്റൊരു ആൻസറേ ഉള്ളൂ, 14. പിന്നെ എന്ത് ചെയ്യുക, ഒന്നുമല്ല എന്നൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, 14 തെക്കാണോ വടക്കാണോ ഒന്നും കൂടി നോക്കുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താണ് നമുക്ക് വന്നിരിക്കുന്നത്, നേരെ തെക്ക് വശത്താണ്. സോ 14 മീറ്റർ തെക്കാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 12, 10 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര, 12, 10. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, 30h - 11/2m, ഇതാണ് ഇക്വേഷൻ. 30 × 12 - 11/2 × 10 എന്ന് വരും. 30 × 12 360 - ഇവിടെ കട്ടായി പോകും 5 തവണ, 11 × 5 55 ആണ്. 360 നിന്ന് 55 കുറയ്ക്കുമ്പോൾ 305 കിട്ടും. നമുക്കറിയാം 180നേക്കാൾ കൂടുതലാണ് എങ്കിൽ അതിൽ എന്ത് ചെയ്യണം, 360 നിന്ന് അത് കുറച്ച് വേണം എഴുതാനായിട്ട്. സോ ആൻസർ എത്ര വരും, 55 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. എപ്പോഴും അത് നോക്കണേ. 1994 നവംബർ 3 വ്യാഴാഴ്ചയാണെങ്കിൽ 1994 നവംബർ 3 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, വ്യാഴം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നവംബർ തീരാൻ ഇനി എത്ര ദിവസം കൂടി വേണം, 27 ദിവസം കൂടി വേണം. നവംബർ 30 അല്ലേ ഉള്ളത്, അപ്പൊ 27 ദിവസം കൂടി ഇനിയുണ്ട്. ഇനി നോക്കിക്കേ, ഈ 94 ഡിസംബർ ഉണ്ട്, ഇവിടെ ഡിസംബർ എത്ര ദിവസമുണ്ട്, ഡിസംബർ 31 ഉണ്ട്. ഇനി എന്താണ് വേണ്ടത്, 1995 ജനുവരി ഉണ്ട്, ജനുവരിയിൽ എത്ര ദിവസമുണ്ട്, അവിടെയും ഉണ്ട് 31. പിന്നെ നമുക്ക് വേണ്ടത് 95 ഫെബ്രുവരി. 95 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ അല്ല, നോർമൽ ഇയർ ആണ്. സോ ഇവിടെ എത്രയുണ്ട്, 28 ദിവസങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് വേണ്ടത് മാർച്ച് ഉണ്ട് അല്ലേ, മാർച്ചിൽ എത്ര ദിവസമുണ്ട്, മാർച്ച് 20 വരെയല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പം നമുക്ക് 20 വരെ എടുത്താൽ മതി. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കേ എത്ര വരും, ഇവിടെ ഈ 3 വേണ്ട കേട്ടോ, 27, 31, 28, 20 എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 137 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ 137നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 1 കിട്ടും, ഇവിടെ 7, ഇവിടെ 6, 67, 97, 63, റിമൈൻഡർ 4 വരും. അപ്പൊ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന വ്യാഴത്തിനോട് നമ്മൾ 4 കൂട്ടണം. വ്യാഴം പ്ലസ് 4 എന്ന് പറയുമ്പോൾ എത്ര വരും, വ്യാഴം കഴിഞ്ഞിട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ. സോ ഓപ്ഷൻ ഡി തിങ്കളാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. മെഷീൻ എന്ന വാക്കിന്റെ മിറർ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെഷീന്റെ മിറർ ഇമേജ് വരുമ്പോഴേക്കും കണ്ട, ഇതിവിടെ സി നോർമൽ എഴുതിയിരിക്കുന്നത്, അപ്പൊ അതല്ല എന്ന് മനസ്സിലായി. പിന്നെ ഏതാണ് വരേണ്ടത്, ഇവിടെ MECHINE ഉണ്ടോ, ഇവിടെ ഈ N നോർമൽ എഴുതിയിരിക്കുന്നത്, അപ്പൊ അതുമല്ല എന്ന് മനസ്സിലാകും. MECH ഉണ്ടോ, ഇവിടെ ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ്, ഇവിടെ ഈ നോർമൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്ക് സമയം 12:15 കാണിക്കുന്നു. ശരിയായ സമയം 12 മണി കഴിഞ്ഞുള്ള സമയമാണെങ്കിൽ നമുക്ക് എത്രയിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്, പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ, 23:60 നിന്ന് കുറക്കുക.
ഇവിടെ എത്ര വരും? 12:15. 12-ൽ കുറവുള്ള സമയമാണെങ്കിൽ 11:60 എന്ന് കുറച്ചാൽ മതി. ഇവിടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 45 വരും. 23 നിന്ന് 12 കുറക്കുമ്പോൾ 11. സോ 11:45 നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Choose the most appropriate synonym of the underlined word. I am ready to concede that the decision was a wrong one. അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? ഐ ആം റെഡി ടു കൺസീഡ്. ഞാൻ അതിനെ എന്ത് ചെയ്യാനായിട്ട്? എഗ്രി ചെയ്യാൻ. കൺസീഡ് മീൻസ് എന്താണ്? എഗ്രി ദാറ്റ് ദ ഡിസിഷൻ വാസ് എ റോങ് വൺ. ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ അതിനെ എഗ്രി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. സോ പഠിച്ചു വെക്കുക. കൺസീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എഗ്രി ആണ്. എഗ്രി പഠിക്കണം. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. കൺസീഡ് എഗ്രി ആണ്. നെക്സ്റ്റ് നോക്കാം. Fill in the blanks with the correct option. He saw dash SI of police sitting under dash eucalyptus tree. ഇവിടെ നമുക്കറിയാം, ഇവിടെ ആദ്യം നമുക്ക് നോക്കേണ്ടത് യൂക്കാലിപ്സ്. ഇവിടെ യാന്നൊരു വേർഡാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എന്തല്ല AIOU വെച്ചിട്ട് നിങ്ങൾ ആൻ കൊടുക്കരുത്. കാര്യം ഇവിടെ നമ്മൾ എന്താണ് സ്വരാക്ഷരങ്ങൾക്കാണ് നമ്മൾ ഈ പറയുന്ന ആൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് ആൻ അല്ല. സോ ആൻ ഓപ്ഷൻ വരുന്നത് ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തു. ഒന്നുകിൽ A വന്നം അല്ലെങ്കിൽ A വന്നം. ഇനിയും നമുക്ക് ഡൗട്ട് വരും അല്ലെ? ഹി സോ SI എന്നല്ലേ പറയുന്നത്? SI അതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? SS ഇങ്ങനെയല്ലേ വായിക്കുന്നത്? MLA MP ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കും നമ്മൾ AM. കണ്ട, നമ്മൾ പറയുന്ന സ്വരാക്ഷരങ്ങളാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ ആൻ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഹി സോ ആൻ SI ഓഫ് പോലീസ് അണ്ടർ ദ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? ഹി സോ ആൻ SI എന്നാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? ആനും എയുമാണ് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ നോർമലി പറയുന്നത് ആൻ MLA, ആൻ MLA, ആൻ MP, ആൻ SI ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഐ റീഡ് ദ ബുക്ക് യെസ്റ്റർഡേ. I have read the book yesterday. I has read the book yesterday. I would have read the book. I would read the book yesterday. ഇവിടെ ഏതാണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ ഫോർമാറ്റ്? സബ്ജക്റ്റ് വേണം, അതിൻ്റെ വെർബിൻ്റെ സെക്കൻഡ് ഫോം വേണം, ഒബ്ജക്റ്റ് വേണം. ഐ റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ലെറ്റ് us go to the beach. ലെറ്റ് us വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത്? ഷാൽ ബി ആണ്. നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? ഒന്നുകിൽ ലെറ്റ്സിൽ അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന വാക്കുകളൊക്കെ വരുമ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഷാൽ ബി ആണ്. അപ്പോൾ ലെറ്റ് us go to the beach, ഷാൽ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഐഡന്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്കൊക്കെ പോകും. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ എ ആണ്. കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഡോട്ടർ ഇൻ ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഡോട്ടേഴ്സ് ഇൻ ലോ. അതാണ് അതിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്. അല്ലാണ്ട് ലോയിൽ ലോസ് എന്നല്ല ഇട്ട് കൊടുക്കേണ്ടത്. കമാൻഡർ ഇൻ ലോ. അപ്പൊ എന്ത് വേണം? കമാൻഡേഴ്സ് ഇൻ ചീഫ് അല്ലെ? കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് കമാൻഡേഴ്സ് ആണ്. അതേപോലെ സൺ ഇൻ ലോ എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലൂറൽ ഫോം എന്താണ്? സൺസ് ഇൻ ലോ ആണ്. സൺസ് ഇൻ ലോ. ഓക്കെ, അങ്ങനെ ഇവിടെ എസ് ചേർക്കുന്ന കുറേ ഉണ്ട് കേട്ടോ. അതേപോലെ മറ്റൊരു വാക്കാണ് മാൻ ഓഫ് വാർ. മാൻ ഓഫ് വാർ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ഇവിടെ ഇതാണ് മെൻ ഓഫ് വാർ എന്നാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ഡൽഹി. ഇഫ് ക്ലോസിൽ എന്താ തന്നിരിക്കുന്നത്? ഹാഡ് V3 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? മെയിൻ ക്ലോസിലോട്ട് വരുമ്പോഴേക്കും എന്തായിരിക്കണം? ഒന്നുകിൽ വുഡ് വേണം, വുഡ്, അല്ലെങ്കിൽ എന്ത് വേണം? വുഡ് വേണം, അല്ലെങ്കിൽ എന്ത് വേണം? ഷുഡ് വേണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? മൈറ്റ് വേണം, പ്ലസ് എന്ത് വേണം? ഹാവ് V3 ഫോം ആണ്. വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് ഹാവ് V3. അപ്പൊ ഇവിടെ എന്താണ്? ഹാവ് V3 ഉള്ളത് കണ്ട. ഐ കുഡ് ഹാവ് സീൻ കണ്ട. കുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഉണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്? ഐ കുഡ് ഹാവ് സീൻ കുത്തബ് മിനാർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത്. എന്താണ് എ ന്യൂ മൊബൈൽ ടവർ? അതായത്
നമുക്ക് തൊട്ടടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ പറയേണ്ടത് എ ന്യൂ മൊബൈൽ ടവർ ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് നെക്സ്റ്റ് മന്ത് അല്ലെ. തൊട്ടടുത്ത് തന്നെ സംഭവിക്കുക, നെക്സ്റ്റ് മന്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് അതിന്റെ പാസീവ് ഫോം ആണ് നമുക്ക് വേണ്ടത്, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പാസീവ് ഫോം വേണം. അപ്പൊ എന്താ വേണ്ടത്, എ ന്യൂ മൊബൈൽ ടവർ ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് നെക്സ്റ്റ് മന്ത്. ഐ ഡാഷ് യു ടു ഡ്യുവൽ, എന്താണ് ഇവിടെ എന്തായിരിക്കും വരേണ്ടത്, ഐ ഡാഷ്, ഐ ഡയർ യു അല്ലെ. നമ്മൾ ട്രൂത്ത് ഓർ ഡയർ ഒക്കെ പറയില്ലേ, ഐ ഡയർ യു ടു എ ഡ്യുവൽ അല്ലെ. ഐ ഡയർ ആണ് ഇവിടെ വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. ഐ വിൽ സീ യു ഡാഷ് 9 o'clock. കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, അറ്റ് ആണ് അല്ലെ. അറ്റ് 9 o'clock, അറ്റ് 4 PM, അങ്ങനെ കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം അല്ലേ പറയുന്നത്. ഇത്ര മണിക്ക് ഞാൻ അല്ലെ, നമുക്ക് അവിടെ 9 മണിക്ക് കാണാം എന്ന് പറയുമ്പോൾ അവിടെ അറ്റാണ്. കൃത്യമായ സമയമാണെങ്കിൽ അവിടെ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ഡോണ്ട് ഗോ നിയർ ദ ബീച്ച് അലൻ, ദ മദർ സെഡ്. എന്താ പറയുന്നത്, ഡോണ്ട് ഗോ നിയർ ദ ബീച്ച് അലൻ, ദ മദർ സെഡ്. അമ്മ എന്താ പറയുന്നത്, ബീച്ചിന്റെ അടുത്തേക്ക് പോകരുത്. അപ്പൊ ഇവിടെ എന്ത് വേണം, നമുക്ക് ടോൾഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദ മദർ ടോൾഡ് അലൻ. ഇവിടെ ഡോണ്ട് ഗോ എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റണം, അതിനെ നോട്ട് ടു ആക്കി മാറ്റണം. ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് വേണം, നോട്ട് ടു എന്ന് വേണം. അപ്പൊ ഡോണ്ട് ഗോ നിയർ എന്ന് പറയുമ്പോൾ നോട്ട് ടു ഗോ എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് പറയേണ്ടത്, മദർ ടോൾഡ് അലൻ. ഉണ്ട് ഇവിടെ ഹിം എന്നാ പറഞ്ഞിരിക്കുന്നത്, അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കാരണം ഡോണ്ട് ഗോ എന്നല്ല നമ്മൾ പറയേണ്ടത്, നോട്ട് ടു എന്ന് വേണം. നോട്ട് ടു ഗോ നിയർ ദ ബീച്ച് എന്ന് വേണം. ടോൾഡ് ഹിം എന്നുള്ളതല്ല, കറക്റ്റ് പറയുന്നുണ്ട് ആരോടാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ വ്യത്യാസം, ഇവിടെ ഹിമ്മും ഇവിടെ തന്നിരിക്കുന്നത് അലന്റെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ദ മദർ ടോൾഡ് അലൻ, അലനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, നോട്ട് ടു ഗോ നിയർ ദ ബീച്ച് എന്നുള്ളത്. Fill in the blanks with the correct option. Sunflower is dash than jasmine. Comparative degree ആണ് അല്ലേ. സൺഫ്ലവർ എന്താണ്, മോർ ബ്യൂട്ടിഫുൾ ദാൻ ജാസ്മിൻ അല്ലെ. കമ്പയർ ചെയ്ത് പറയുവാണ്, കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്, മോർ ബ്യൂട്ടിഫുൾ ആണ്. സൺഫ്ലവർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ജാസ്മിൻ. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. എറർ ഉള്ളത് കണ്ടുപിടിക്കാനാണ്. ഇഫ് ദർ ഈസ് നോ എറർ മാർക്ക് നോ എറർ. എന്താണ്, though Tom studied hardly throughout the night, he could not pass the exam. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്, രാത്രി മുഴുവൻ ഇരുന്നും ടോം പഠിച്ചിട്ടും അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, he could not pass the exam. അപ്പൊ എന്താ, അവനവിടെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഹാർഡ്ലി എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു നെഗറ്റീവ് മീനിങ് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് ഹാർഡ്ലി, റെയർലി, കുറേ നമ്മൾ നെഗറ്റീവ് വേർഡ്സ് പഠിക്കുന്നുണ്ട്. ഇവിടെ എന്താ, അവൻ പഠിച്ചില്ല എന്നുള്ള മീനിങ് ആ വരേണ്ടത്. ശരിക്കും ഇവിടെ എന്താണ്, ശരിക്കും ആക്ച്വൽ മീനിങ് വന്നിരിക്കുന്നത്, അവൻ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് പോലും അവൻ പാസ്സായില്ല. അപ്പൊ ഇവിടെ വേണ്ടത് ഹാർഡ് എന്നുള്ളതാണ്. Though Tom studied hard throughout the night, he could not pass the exam. So ഇവിടെ ആൻസർ വരേണ്ടത്, തെറ്റ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എയിലാണ് തെറ്റ് വന്നിരിക്കുന്നത്. Fill in the blanks with the correct option. Make sure that all arrangements are perfect prior dash the inaugural function. എന്താണ് പ്രയർ, പ്രയർ കഴിയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രയർ ടു അല്ലെ. എങ്ങനെയാണ് പഠിക്കുന്നത്, പ്രയർ ടു, പ്രിഫർ ടു അല്ലെ, നമ്മൾ പഠിക്കുന്നുണ്ട്. ഐ പ്രിഫർ കോഫി ടു ടീ. നമ്മൾ പ്രയർ, സുപ്പീരിയർ, ഇൻഫീരിയറിന്റെ ഒപ്പം എന്താണ് പ്രിപ്പോസിഷൻ, നമ്മൾ ടു ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. Select the most appropriate option to improve the underlined segment grammatically. Either Anil or his friends. Either or, neither nor, അതേപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്താ നോക്കേണ്ടത്, വെർബ് എഗ്രീസ് ടു സെക്കൻഡ് സബ്ജക്റ്റ്. വെർബ് എഗ്രീസ് ടു സെക്കൻഡ്. ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണല്ലോ അല്ലെ. അപ്പൊ ഇവിടെ ഹാസ് അല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് ഹാവ് ആയിരുന്നു. അപ്പോൾ എന്ത് വേണം, എയ്തർ അനിൽ ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് കംപ്ലീറ്റഡ് ദ പെയിന്റിംഗ് എന്നാണ്. ഓപ്ഷൻ ഇ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എന്താണ്, എയ്തർ ഓർ, നെയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ ചേർത്ത് വരുമ്പോഴേക്കും വെർബ് എന്ന് പറയുന്നത് എഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അറ്റ് 6s and 7s നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. 6s and 7 എന്ന് പറയുമ്പോൾ എന്താണ്, കൺഫ്യൂസ്ഡ് ആണ് അല്ലെ. കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൽറ്റിനെയാണ് നമ്മൾ 6s and 7 എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഫ്രേസ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. അങ്ങനെ, അതായത് ഒരു തർക്കത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിൽ ചെയ്യാൻ വരുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്, ആർബിട്രേറ്റർ. എന്താണ്, നമ്മൾ ഇടനിലക്കാരൻ അല്ലേ, അങ്ങനെ പറയില്ലേ, ആർബിട്രേറ്റർ എന്ന് പറയുന്നത്.
വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് OTT? എന്താണ് OTT എന്ന് പറയുന്നത്? ഓവർ ദ ടോപ്പ് ആണ്. ഓക്കെ, ഏതാണ് വരുന്നത്? ഓപ്ഷൻ OTT ഓവർ ദ ടോപ്പ്. ഓപ്ഷൻ സി ആണ്, ഓവർ ദ ടോപ്പ് ആണ് OTT എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ലക്ഷ്മി ഈസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ്. ലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നാണ് അവിടെ വരേണ്ടത്. അലൂംന എന്നുള്ള മീനിങ് ആണ്. അലൂംന എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എന്താണ്, സ്ത്രീകൾക്ക് അല്ലെ, ഫീമെയിലിനാണ് നമ്മൾ പറയേണ്ടത്. ഫോർമർ സ്റ്റുഡൻ്റ് ആണ് അപ്പൊ അലൂംന എന്ന് പറയുന്നത്. അലൂംനസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് മെയിലാണ്. മെയിൽ അല്ലെ, അതായത് ഫോർമൽ ആയിട്ടുള്ള ആൺകുട്ടികൾക്കുള്ള, മുമ്പ് പഠിച്ച ആൺകുട്ടിക്ക് പറയുന്ന പേരാണ് അലൂംനസ് എന്ന് പറയുന്നത്. അലൂംനെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഫീമെയിൽ, ഇതിന്റെ തന്നെ ഫീമെയിലിനെയാണ്. അതിന്റെ പ്ലൂറൽ ഫോം ആണ് എന്താ, അലൂംനെ എന്ന് പറയുന്നത്. ഇത് മെയിലിന്റെ എന്താണ്, പ്ലൂറൽ ഫോം ആണ് അലൂംനി എന്ന് പറയുന്നത്. ഒന്ന് പഠിച്ചു വെക്കണേ. അലൂംന എന്ന് പറയുമ്പോൾ എന്താണ്, പെണ്ണുങ്ങളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ, പൂർവ്വ വിദ്യാർത്ഥിനിയാണെങ്കിൽ അലൂംന എന്ന് പറയും. ആൺകുട്ടിയാണെങ്കിൽ അതിനെ അലൂംനസ് എന്ന് പറയും. അതിന്റെ പ്ലൂറൽ ആണ് എന്താ, ഫീമെയിലിന്റെ പ്ലൂറൽ അലൂംനെ. അതേപോലെ മെയിൽ ആണെങ്കിൽ അത് അലൂംനി എന്ന് പറയും. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഡാഷ് ദ ടീച്ചർ ദ സ്റ്റുഡൻറ് സ്റ്റോപ്പ് ടോക്കിംഗ്. എന്താണ് വേണ്ടത്? സീയിങ് ദ ടീച്ചർ ആണ് അല്ലെ, ഇവിടെ ING ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വേണം? സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡൻറ് സ്റ്റോപ്പ് ടോക്കിംഗ് അല്ലെ. കുട്ടികൾ ടീച്ചറെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കുട്ടികൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും ടോക്കിങ്ങിന്. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് സ്റ്റിമുലസ്. സ്റ്റിമുലസിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സ്റ്റിമുലി. സ്റ്റിമുലി ആണ് പ്ലൂറൽ ഫോം. എന്താണ്? സ്റ്റിമുലി. പഠിച്ചു വെക്കണേ. അതേപോലെ നമ്മൾ പഠിക്കുന്നുണ്ട് സിലബസ്. എന്താണ് സിലബസിന്റെ പ്ലൂറൽ ഫോം? സിലബസ്. അതിന്റെ പ്ലൂറൽ ഫോം ആണ് സിലബി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മണൽ പ്ലസ് അരണ്യം ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? മണലരണ്യമാണ്. മണലരണ്യം. മണലരണ്യം. മണലാരണ്യമല്ല, മണലരണ്യം. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങൾ ആവർത്തന ശബ്ദം ഏതാണ്? കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് എന്ന് പറയുമ്പോൾ എന്ത് വരും? എയ്ക്ക്. എയ്ക്കാണ് വരേണ്ടത്. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. വേദവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അലംഘനീയമായ അഭിപ്രായം അല്ലെ. അവന് അതാണല്ലോ വേദവാക്യം അല്ലെ, പറയില്ലേ, അവൻ പറയുന്നതാണല്ലോ നിനക്ക് വേദവാക്യം എന്നൊക്കെ പറഞ്ഞ് എന്താണ്, അതിനെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യില്ല അല്ലെ, അതിനെ നമ്മൾ ലംഘിക്കില്ല എന്നുള്ള മീനിങ്ങിലാണ്. താഴെ പറയുന്നവയിൽ ഓളത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏതാണ്? ഓളം അല്ലാത്തത് ആളമാണ്. ഓളത്തിന്റെ പര്യായ പദമല്ലാത്തത് ആളമാണ്. ശരിയായ പദം തിരിച്ചറിയുക. എന്താണ്? അസ്തമയമാണ്. അസ്തമയം. ഏതാണ് വരേണ്ടത്? അസ്തമനം, അസ്തമയം. ഓപ്ഷൻ എ അസ്തമയം. ഇതാണ് ശരിയായ പദം എന്ന് പറയുന്നത്. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താണ്? വൈരുദ്ധ്യമാണ്. നമ്മൾ വിരോധാഭാസമാണെന്നൊക്കെ ചിന്തിക്കും. എന്താണ്? വൈരുദ്ധ്യമാണ്. ഓക്കെ, സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? വൈരുദ്ധ്യമാണ്. മരങ്ങൾ പിരിച്ചെഴുതുക. എന്താണ് മരങ്ങൾ പിരിച്ചെഴുതുമ്പോൾ? മരം പ്ലസ് കള്ളാണ് മരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, മരം പ്ലസ് കള്ള് മരങ്ങളാണ്. വട്ടം പ്ലസ് പലക. എന്താണ് വട്ടം പ്ലസ് പലക? വട്ടപ്പലക. കുഞ്ഞുങ്ങൾ എന്ന ഇതിലെ വചനപ്രത്യയം കുഞ്ഞുങ്ങൾ, അത് വരേണ്ടത് കള്ളാണ്. കള്ള്. കുഞ്ഞുങ്ങൾ കള്ളാണ്. ശരിയായ വാക്യം. വരനും വധുവും തമ്മിൽ മാലയിട്ടു. ഇത്രയും മതി. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. ഒരിക്കലും അങ്ങനെ പറ്റില്ല അല്ലെ, നമ്മൾ നോർമലി പറയും വിവാഹിതരായി എന്ന് പറയുമ്പോൾ രണ്ടുപേര് വേണം. അവിടെ പ്രത്യേകിച്ച് അന്യോന്യം എന്ന് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്താണ്? വരനും വധുവും തമ്മിൽ വിവാഹിതരായി എന്ന് പറയില്ല, അന്യോന്യം തമ്മിൽ വിവാഹിതരായി എന്നും പറയില്ല. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്